നമ്മൾ ചെയ്യണ എന്ത് കാര്യം അള്ള അറിയും. അള്ള ചെയ്യണ എല്ലാ കാര്യവും നമ്മളറിയുന്ന ആരെങ്കിലും പറയാറുണ്ടോ? ഒരാളും പറയില്ല. എന്നാ കാന്തപുരത്തിന്റെ ആൾക്കാർ മൂപ്പരെ പൊക്കന്നെ, കാരണം എന്തെങ്കിലും അവിടെ സീറ്റ് കിട്ടുള്ളൂ, പല മെച്ചോണ്ട് മൂപ്പരെ ഉയർത്തിക്കൊണ്ടുവന്നാല് അവിടെ പറയാണ്, ഈ പ്രസംഗത്തിൽ പറയാണ്, പറഞ്ഞ് കാന്തപുര ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് അതന്നെ ആ പ്രസംഗത്തിൽ ഉള്ളടക്കം പറഞ്ഞ് ലാസ്റ്റ് പറയാണ്, കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല പറയാൻ പോകുന്നു. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അള്ളാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു ശൂന്യ വളരെ വ്യക്തമായി എവിടേക്കാണ് ഇവരെ പോക്ക്. ഈ മുസ്ലിം സമൂഹത്തിന് ഒരു കാര്യബോധമുള്ള മുസ്ലിങ്ങളെ മുമ്പിലാണത് പറയണത്. ഇത് വളരെ ഗൗരവമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഇത് ഞങ്ങളാ പറയുന്നത്. എന്തിനാ അയാളുടെ വാചകം മാത്രമല്ലാതെ അതിന്റെ ആമുഖമായി അമ്പലക്കടവിന്റെ ശബ്ദം കേൾപ്പിച്ചതെന്തിനാ? ഇത് ഞങ്ങളായിട്ട് ആരോടും പകയായിട്ട് ഉണ്ടാക്കുന്നതല്ല. പകരക്കാരനോട് യാതൊരു പകയുമില്ല. പക്ഷേ നിങ്ങളുടെ ഈ അന്ധവിശ്വാസങ്ങളോട്, കുഫറുകളോട് ഞങ്ങൾക്ക് പകയുണ്ട്, അടങ്ങാത്ത പകയുണ്ട്. അത് ഞങ്ങളുടെ വ്യക്തിപരമായ പകയല്ല. പടച്ച റബ്ബദാ സർവ മുസ്ലിമീങ്ങളോടും പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ മനസ്സില്ലതാ കുഫർ പ്രചരിപ്പിക്കുന്നവരോട് വിദ്വേഷമുണ്ട്, ഈമാനുള്ളവരോട് അവർക്ക് കാരുണ്യമുണ്ട്, സ്നേഹമുണ്ട്. ഓ സഹോദരാ, ചിന്തിക്ക്. പടച്ച റബ്ബ് അല്ലാഹു റബ്ബുൽ ആലമീനിനെ കുറിച്ച് എന്തൊക്കെ നിങ്ങൾ ഇപ്പൊ കേട്ടു. പണ്ഡിതന്മാരെ ഭയപ്പെടുന്ന അല്ലാ, ഇങ്ങനെ ഒരു അള്ളയുണ്ടോ സഹോദരന്മാരെ? ചിന്തിച്ചു നോക്ക്. അള്ള ഒന്നുണ്ടെന്ന് പറഞ്ഞാ ഞങ്ങൾ അള്ള രണ്ടുണ്ടെന്ന് വാദിക്കുമെന്ന് പറയാൻ മാത്രം ധാർഷ്ട്യം കാണിക്കുന്നവരോ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. ഉസ്താദിനോട് ബന്ധപ്പെടാതെ, ഉസ്താദ് അറിയാതെ ഇനി അള്ള ഒരു കാര്യം ചെയ്യൂല എന്ന് പറയുമ്പോ, അള്ളാഹുവിനെ പോലെ അള്ളാന്റെ എല്ലാ അറിവുകളും അതേ പടച്ച റബ്ബിനതാ ചെയ്യണമെങ്കിൽ ഇങ്ങനെ മുശാവറ നടത്തി ഈ മനുഷ്യനോട് ചോദിക്കേണ്ടുന്ന അവസ്ഥ വരെ എത്തി എന്നതിലേക്ക് അള്ളാഹു റബ്ബുൽ ആലമീനിനെ കുറിച്ച് തരം താഴ്ന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങളാണോ സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കൾ? നിങ്ങളാണോ ഇസ്ലാമിന്റെ വക്താക്കൾ? നിങ്ങളാണോ ഈമാൻ ഞങ്ങളുടെ കയ്യിലാണെന്ന് പറയുന്ന ആളുകൾ? ചിന്തിക്കണേ. ഇതുകൊണ്ടും തീർന്നില്ലല്ലോ. ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തതിന്റെ സ്ഥിതി ഇതാണെങ്കിൽ, ഓ മുസ്ലിമേ, രണ്ടാമത്തെ കാര്യം എന്താണ്? അല്ലാഹുവിൽ വിശ്വാസം കഴിഞ്ഞാൽ വമലായികതിഹി, അവന്റെ മലക്കുകളിലുള്ള വിശ്വാസമല്ലേ? മലക്കുകളിൽ സർവ്വ മുസ്ലിമീങ്ങളും എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഖുർആനിൽ അവരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു, ഹദീസുകളിൽ അവരെ കുറിച്ച് എന്തൊക്കെ വന്നു, അതൊക്കെ മുഴുവനും വിശ്വസിക്കുന്നു, അതൊക്കെയും അംഗീകരിക്കുന്നു. പടച്ച റബ്ബിനോടൊരെതിര് കാണിക്കാതെ അല്ലാഹു റബ്ബുൽ ആലമീൻ കൽപ്പിച്ചതെന്തോ, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവനോട് ധിക്കാരവും കാണിക്കാതെ, അനുസരണക്കേടും കാണിക്കാതെ, കൽപ്പിക്കപ്പെട്ടത് മുഴുവനും ചെയ്യുന്ന പ്രത്യേകം രൂപത്തിലുള്ള പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേകമായ മലക്കുകൾ. ആ മലക്കുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ടാണ് മുസ്ലിമിന്റെ വിശ്വാസം. അവൻ മലക്കുകളെ ചോദ്യം ചെയ്യൂല, അവൻ മലക്കുകളെ തെറി പറയൂല, അവൻ മലക്കുകളെ ഭീഷണിപ്പെടുത്തൂല, അവൻ മലക്കുകളോട് സംഘട്ടനത്തിന് മുതിരുകയില്ല. അതേ ജിബ്രീലിനോടും മീകായിലിനോടുമൊക്കെ ശത്രുത പുലർത്തി എന്ന് പറയുന്ന ഈ ഭാഗങ്ങൾ പണ്ട് കഴിഞ്ഞുപോയി. പരിശുദ്ധ ഖുർആൻ യഹൂദികളെ കുറിച്ച് പറഞ്ഞിടത്ത് അതേ ജിബ്രീലിനോട് ശത്രുത എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിഴച്ച പല കക്ഷികൾക്കും മലക്കുകളോട് ശത്രുതയുണ്ട്. മലക്കുകളെ കുറിച്ച് അന്ധവിശ്വാസങ്ങളുണ്ട്, മലക്കുകളെ കുറിച്ച് വേണ്ടാത്തത് പറയുന്നവരുണ്ട്. എന്നാൽ ഞങ്ങളാണ് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞ്, ഞങ്ങളാ യഥാർത്ഥത്തിലുള്ള സുന്നത്ത് ജമാഅത്തുകാരെന്ന് പറഞ്ഞു നടക്കുന്ന ഓ മുസ്ലിയാക്കളെ, നിങ്ങളോട് വിനയത്തോടെ ഒന്ന് ചോദിക്കട്ടെ, ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ശ്രോതാക്കളും ഒന്ന് മനസ്സിലാക്കട്ടെ, മലക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ എന്താണ്? ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു വിശ്വാസം ഇതാ മലക്കുകളെ കുറിച്ച് പറയുന്നു. കേട്ടോ, മഞ്ചേരിയിൽ വോട്ട് ചെയ്യാൻ മലക്കുകൾ ഇറങ്ങി. ഇന്ന് വരെ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് മലക്കുകൾ വന്നൊരു വിശ്വാസം മുസ്ലിമീങ്ങൾക്കിടയിലില്ല. മുസ്ലിമീങ്ങൾക്കിടയിലില്ല. നമ്മൾ മനസ്സിലാക്കണം,
ശരിക്കും നിങ്ങൾ കേട്ടോ, ഇവിടെ ഒരു വസ്തുത വ്യക്തമാക്കുമ്പോൾ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. ഞാൻ വായിക്കുന്നത് 2004 ജൂലൈ 6 പ്രസിദ്ധീകരിച്ച സിറാജ് പത്രത്തിൽ നിന്നാണ്. കേട്ടോ, എന്താണ് സിറാജ് പത്രത്തിൽ എഴുതുന്നത്? ഇവിടെ ഒരു വസ്തുത വ്യക്തമാക്കുമ്പോൾ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. അതിന്റെ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നു: നല്ല മനുഷ്യരുടെ ശാപം ഏറ്റുവാങ്ങിയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല, ആ രാഷ്ട്രീയവാദത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ആ മുഖം പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, ഇവിടെ ഒരു വസ്തുത വ്യക്തമാക്കുമ്പോൾ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. ബദർ യുദ്ധാവസരത്തിൽ മലക്കുകൾ ഇറങ്ങിയതുപോലെ, ഉപമ കേട്ടോ, ബദർ യുദ്ധാവസരത്തിൽ മലക്കുകൾ ഇറങ്ങിയതുപോലെ മഞ്ചേരിയിലും തെരഞ്ഞെടുപ്പ് ദിവസം മലക്കുകൾ ഇറങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ബദർ യുദ്ധത്തിൽ എങ്ങാനും മുസ്ലിങ്ങൾ അന്ന് പരാജയപ്പെട്ടിരുന്നെങ്കിൽ ദീന് ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു പോകുമായിരുന്നു. അതേ സ്ഥിതിയാണ് ഇവിടെയും സംജാതമായിരുന്നത്. മഞ്ചേരിയിൽ വഹാബിയായ മജീദെങ്ങാനും ജയിച്ചിരുന്നുവെങ്കിൽ സുന്നത്ത് ജമാഅത്ത് കേരളത്തിൽ നശിക്കുമെന്നതാകുമായിരുന്നു. അള്ളാഹുവിന്റെ ദീൻ അവൻ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തത് അക്ഷരാർത്ഥത്തിൽ പൂർത്തിയാക്കുകയാണ് ഇവിടെ ഉണ്ടായത്. പാറന്നൂര് PP മൊഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാരാണ് എഴുതുന്നത്, ബദറിൽ അതാ മലക്കുകൾ ഇറങ്ങി പോരാടിയതുപോലെ മഞ്ചേരിയിലതാ വഹാബിയായ മജീദിനെ തോൽപ്പിക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി വരുന്നു എന്ന് എഴുതുമ്പോൾ മലായിക്കത്തിനെ കുറിച്ച് ഇവരുടെ വിശ്വാസം എവിടെ പോയി? മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം എവിടെയാണ് മുസ്ലിമേ? നിങ്ങൾ ഈ സമൂഹത്തോട് മറുപടി പറയണം. മറുപടി എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലുമല്ല പറയേണ്ടത്. ഈ ഉള്ളവൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ 1 by ഓരോന്നോരോന്ന് നിങ്ങൾ നോട്ട് ചെയ്തോ. നിങ്ങളുടെ വാക്കുകള്, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങള്, നിങ്ങളുടേതായ നിങ്ങൾ അംഗീകരിക്കുന്ന വാചകങ്ങള് എടുത്തുകൊണ്ടാ ചോദിക്കുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിലെ തകരാറ് ഞാൻ പറഞ്ഞില്ലേ? മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസത്തിലും വമ്പിച്ച അട്ടിമറി തന്നെ. അതുകൊണ്ടും തീർന്നില്ലല്ലോ. ഇവർക്കെന്താ എഴുതിക്കൂടാത്തത്? ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മളെല്ലാം ഭയത്തോടെ അതേ പടച്ച റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലാഹുവേ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. മലക്കുകൾ അവിടെ ചോദ്യത്തിന് വരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നീ തോന്നിപ്പിക്കണേ റബ്ബേ, ശാന്തി തരണേ റബ്ബേ, ഖബറിലെ ഭയങ്ങളിൽ നിന്ന് മോചനം തരണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി, അതുപോലെ തന്നെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി, അതേ ഖബറടക്കം കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയുമൊക്കെ അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സഹോദരന് സ്ഥൈര്യത്തിന് വേണ്ടി ദുആ ചെയ്യൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ യോജിക്കുന്ന നിലക്കുള്ള ദുആകൾ ഇങ്ങനെ നിർവഹിക്കാറുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ നിലക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഖബറിലെ ചോദ്യം, ആ ഖബറിലെ ചോദ്യത്തെ എത്ര നിസ്സാരമായി കൊണ്ടാണ് ഇവരുടെ ആളുകൾ പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടോ, സുന്നി വോയിസിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. സുന്നി വോയിസിൽ നിന്നാണ് വായിക്കുന്നത്. ഒരാൾ വീരവാദം പറയുകയാണ്. ഇവർക്കെന്താ ഇവരുടെ വിശ്വാസം നോക്കൂ. ഒരു വ്യക്തിയതാ കുറെ ആളുകളുടെ മുമ്പിൽ വെച്ച് വലിയ വീരവാദം പറയുകയാണ്. എന്താണ് അയാൾ പറയുന്നത്? വല്ലാഹി വല്ലാഹി അല്ലാഹനെ തന്നെയാണ് സത്യം, മുൻകർ നക്കീറിനോട് ഞാൻ മറുപടി പറയും. ഇവിടെ വെച്ച് ഒരാൾ പറയാണ്, മുൻകർ നക്കീറിനോട് വല്ലാ ഞാൻ മറുപടി പറയും. നമ്മളൊക്കെ അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്? അല്ലാ, നിന്റെ മലായിക്കത്തുകൾ ഞങ്ങളെ ചോദ്യം ചെയ്യുമ്പോ
ആരാണടോ നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു റബ്ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതേ ഏത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും യഥാർത്ഥത്തിൽ അല്ലാ നീ തൃപ്തിപ്പെടുന്ന ഉത്തരങ്ങൾ പറയാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന് ഇത്തരം വിഷയങ്ങൾ കേൾക്കുമ്പോൾ നടുക്കമല്ലേ ഉണ്ടാവുക? എന്നാൽ ഇവരിതാ വളരെ ഈസിയായി കൊണ്ട് പറയുന്നു. ഇവരുടെ ഒരു വ്യക്തി അതേ ഒരു വലിയ മഹാനാണ് പോലും, അയാള് ആളുകളോട് സദസ്സിൽ വെച്ച് പറയുന്നു, മുൻകർ നകീറോ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, വല്ലാഹി മുൻകർ നകീറിനോട് ഞാൻ മറുപടി പറയും. മഅദല്ലാഹ്, നിങ്ങൾ ശ്രദ്ധിക്കണം, ആലോചിച്ചു നോക്കണം. മുൻകർ നകീറിനോട് ഞാൻ മറുപടി പറയും. അപ്പൊ കൂടെയുള്ള അനുയായികൾ ചോദിക്കുന്നു, എങ്ങനെയാണ് അത് ഞങ്ങൾ അറിയുക? നിങ്ങൾ മുൻകർ നകീറിനോട് മറുപടി പറയുമ്പോ അത് നിങ്ങൾ പറഞ്ഞു എന്ന് ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? അപ്പൊ അയാള് പറയുന്നു, എന്നെ മറമാടിയ ശേഷം എന്റെ ഖബറിനരികിൽ നിങ്ങൾ ഇരുന്നോ. ഞാൻ മരിച്ചിട്ട് എന്നെ മറമാടിയാൽ എന്റെ ഖബറിന്റെ സമീപം നിങ്ങൾ വന്നിരിക്കണം, നിങ്ങൾക്കെന്റെ മറുപടി കേൾക്കാം. നിങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കണം, ഇങ്ങനെ മണിമണിയായിട്ട് ഇങ്ങനെ കേൾക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം മുൻകർ നകീറിന്റെ ചോദ്യം കേട്ടു. മുൻകർ നകീർ ചോദ്യത്തിന് വന്നു. ഈ മനുഷ്യനതാ മറുപടിയായി പറയുന്നത് എന്താണ്? മൻ റബ്ബുക, നിന്റെ നബിയാര, നിന്റെ റബ്ബാരടോ, നബിയാര്, ദീനേത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ മനുഷ്യനവിടെ കൊടുക്കുന്ന മറുപടി എന്താണെന്നോ? നിങ്ങൾ എന്നെ ചോദിച്ച് പേടിപ്പിക്കുകയാണോ? ഓ, നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വന്നതാണോ? അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബി ഇസ്ലാമു ദീനി, ഇതൊന്നുമല്ല മറുപടി പറയുന്നത്. ഓരോ ചോദ്യത്തിനും അങ്ങോട്ട് തിരിച്ചൊരു ചോദ്യമാണ്. എന്താ, എന്നെ പേടിപ്പിക്കാൻ വന്നതാണോ? എന്നെ ചോദിച്ച് വരട്ടാനൊന്നും നോക്കണ്ട. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മഹാനായ അബൂ യസീദുൽ ബിസ്താമിയുടെ മേൽത്തട്ടം പിരടിയിൽ ചുമന്നവനാണ് ഞാൻ. ഇയാളുടെ ക്വാളിഫിക്കേഷനാണ്. മഹാനായ അബൂ യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന ഒരു വലിയ മഹാനുണ്ടായിരുന്നു പോലും അദ്ദേഹത്തിന്റെ മേൽത്തട്ടം പെരടിയിൽ ഞാൻ ചുമന്നവനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മേൽത്തട്ടം പെരടിയിൽ ചുമന്നവന് മലക്കിനോട് ഇങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ ആ മേൽത്തട്ടം അതേ അതിന്റെ ഉടമയായ ബിസ്താമിക്ക് എന്തിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും? ഓ സഹോദരാ, മുസ്ലിമിന് എഴുതാൻ പാടുണ്ടോ ഇത്? മുസ്ലിമിന് വിശ്വസിക്കാൻ പാടുണ്ടോ ഇത്? മുസ്ലിമിനെ അംഗീകരിക്കാൻ പാടുണ്ടോ ഇത്? ഈമാനുബില്ല, അല്ലാഹുവിലുള്ള വിശ്വാസത്തിലും പിഴവ് പറ്റി, മലക്കുകളിലുള്ള വിശ്വാസത്തിലും പിഴവ് പറ്റിപ്പോയി. ഇനിയും തീർന്നില്ലല്ലോ. മലക്കുകളെ കുറിച്ച് എന്താ അടുത്ത വിശ്വാസം? ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യം നേടുകയാണിവർ. ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യം നേടുന്നതിന്റെ മറ്റൊരു ഉദാഹരണം അതാ. പല സ്ഥലങ്ങളിൽ വെച്ചും ഈ ഉള്ളവൻ ഇത് പറഞ്ഞതാണ്. പലയിടത്തുനിന്നും നിങ്ങൾ കേട്ടതുമായിരിക്കും. അതേ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരു വലിയെന്ന് പറയുന്ന മനുഷ്യൻ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രദേശത്ത് നിന്ന് 19ഓളം കുട്ടികൾ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി കളിയാക്കി ചിരിക്കുകയാണ് പോലും. ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ ദേഷ്യം പിടിച്ചുകൊണ്ട് ഉടനെ അസ്റായീലേ എന്ന് വിളിക്കുന്ന പോലും. ഓ അസ്റായീലേ, ഈ കുട്ടികൾ എന്നെ കളിയാക്കി നടക്കുന്നു. ഈ കുട്ടികളുടെ റൂഹ് പിടിച്ചിട്ട് അവരെ ഉടനെ തന്നെ നീ അങ്ങ് മരിപ്പിച്ചിട്ടില്ലെങ്കിൽ മലക്കുകളുടെ പട്ടികയിൽ നിന്ന് നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും. അസ്റായീലേ, പിരിച്ചുവിടും നിന്നെ സർവീസിൽ നിന്ന്. അസ്റായീലിനോട് നിന്നെ മലക്കുകളുടെ സർവീസിൽ നിന്ന്, അവരുടെ പട്ടികയിൽ നിന്ന് നിന്നെ ഞാൻ പിരിച്ചുവിടും എന്ന് പറഞ്ഞപ്പോൾ അതേ അസ്റായീൽ ഞെട്ടുകയാണ്. ഈ 50 കുട്ടികളുടെയും റൂഹ് അസ്റായീൽ ഉടനെ പിടിക്കുന്നു പോലും. ഫസ്ബഹു മൗതാ അജ്മഈൻ, ഉടനെ തന്നെ 50 കുട്ടികളും മയ്യത്തായി വീഴുന്നു. നിഷേധിക്കാനാകുമോ മുസ്ലിയാക്കന്മാരെ? അതേ കുത്തുബ്ഖാനയിൽ ഗ്രന്ഥമില്ലേ?
കുതുബ്ഖാനയിൽ കിതാബില്ലേ? നിങ്ങളുടെ വിശ്വാസമാണിത്. ഔലിയാക്കളുടെ കറാമത്തുകൾ എണ്ണിപ്പറയുന്ന സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കിതാബുകളിലാ പറയുന്നത്, കിതാബിലാ പറയുന്നതെന്ത്? അസ്രായീലേ, ഞാൻ പറയുന്ന കാര്യം അങ്ങുടനെ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ പിരിച്ചുവിടും. മിൻ ദീവാനിൽ മലായിക, മലക്കുകളുടെ രജിസ്റ്ററിൽ നിന്ന്, ആ പട്ടികയിൽ നിന്ന് നിന്നെ അങ്ങ് പിരിച്ചുവിടും എന്ന ഭീഷണി കേട്ടപ്പോൾ ഉടനെ 50 കുട്ടികളുടെ റൂഹ് പിടിച്ചുകൊണ്ട് 50 എണ്ണത്തെയും മയ്യത്താക്കുന്നു. ഈ വിശ്വാസം മലക്കുകളെ കുറിച്ച് ഇങ്ങനെ വിശ്വസിക്കാമോ? മലായിക്കത്തിനെ കുറിച്ച് ഇങ്ങനെ പറയാമോ? തെറ്റിപ്പോയി. അബദ്ധങ്ങളെമ്പാടും വന്ന് സംഭവിച്ചു പോയി. തീർന്നില്ല, ഓരോന്നും തെളിവുകളുടെ വെളിച്ചത്തിലാണ് നിങ്ങളോട് പറയുന്നത്. അവസാനം എന്തു പറഞ്ഞു? മറ്റൊരു കാര്യം കൂടി സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞല്ലോ. അതെ, ഇതേ അസ്രായീലിനെ തന്നെ, അസ്രായീൽ എന്ന് പറയുന്നത് ഇവരുടെ പ്രയോഗമാണ്. മലക്കുൽ മൗത്ത് എന്നതാണ് ഖുർആനിലും അതുപോലെ തന്നെ ഹദീസുകളിലുമൊക്കെ ഇതിനെ കുറിച്ച് വന്നിട്ടുള്ള പരാമർശം ഞാനിപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല, സാന്ദർഭികമായി ഉണർത്തിയെന്ന് മാത്രം. അതേ അവസരത്തിൽ ഇവരതാ ഈ രൂപത്തിലുള്ള ഈ ഭീഷണികൾ ഒരു സംഭവത്തിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല. അല്ലാഹു റബ്ബുൽ ആലമീനിനെ സംബന്ധിച്ച്, മലക്കുകളെ സംബന്ധിച്ച് വളരെ മോശമായിട്ട് പറയുന്നതിന്റെ ഉദാഹരണമായി അതേ വലിയ ഒരു ഖാദിം മൗത്തായ സങ്കടം എന്ന് പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന പുതിയ മുഹീദ്ദീൻ മാലയിൽ ഒരാളുടെ റൂഹ് തിരിച്ചു ചോദിച്ചപ്പോൾ അസ്രായീൽ കൊടുക്കാത്തത് കൊണ്ട് റൂഹിന്റെ കൊട്ട തട്ടിത്തെറിപ്പിച്ച ഒരു സംഭവമുണ്ടല്ലോ. ആ സംഭവം എത്രയോ വേദികളിൽ എന്ന് നമ്മൾ പറയുമ്പോ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുന്നവരുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് തള്ളിക്കളയാനാവില്ല. ഇനിയും കേട്ടോ, ശൈഖിന്റെ ഒരു മുരീദ് വന്ന സങ്കടം പറഞ്ഞു, പ്രഭോ എന്റെ കുഞ്ഞിന്റെ മരണം പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്നു. ഈ റിപ്പോർട്ടിൽ അങ്ങനെയാ പറയുന്നത്. കുഞ്ഞിന്റെ മരണത്തെ കുറിച്ചാണ് ഇതിൽ പരാതി പറയുന്നത്. എനിക്കാകെയുള്ള സന്താനമാണ്, എനിക്കതല്ലാതെ ജീവിതമില്ല. ശൈഖ് ചോദിച്ചു, ഇനി കേട്ടോ, മുഹീദ്ദീൻ ശൈഖ് ചോദിച്ചു പോലും, എന്നോട് ചോദിക്കാതെ അസ്രായീലിന് എന്റെ മുരീദിന്റെ കുഞ്ഞിന്റെ റൂഹിനെ പിടിക്കാൻ അധികാരമുണ്ടോ? മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കാതെ അസ്രായീലിന് മുരീദിന്റെ കുട്ടിയുടെ റൂഹിനെ പിടിക്കാൻ അധികാരമുണ്ടോ? അതാ ഇയാൾ ചോദിക്കണത്. ഈ സങ്കടം വന്ന് പറഞ്ഞ ആളോട്, ആഹാ അങ്ങനെയോ, എന്നോട് ചോദിക്കാതെ റൂഹ് പിടിച്ചോ? അപ്പൊ ഈ പാവം വന്ന മുരീദ് പറഞ്ഞു, അത് തന്നെയാണ് പ്രഭോ എനിക്ക് ഏറെ സങ്കടം. ഞാൻ അങ്ങയുടെ മുരീദായിരിക്കെ എന്നോടിത് ചെയ്തുവല്ലോ. സാരമില്ല, ഞാൻ അസ്രായീലിനെ പാഠം പഠിപ്പിച്ചുകൊള്ളാം, നീ പോ. ശൈഖ് മേലോട്ട് നോക്കുമ്പോൾ അസ്രായീൽ പറക്കുന്നത് കണ്ടു. 2 കൂടകൾ കൈവശമുണ്ട്. ശൈഖ് വിളിച്ചു, ഇവിടെ വാ. മലക്ക് ഇറങ്ങി വന്നു. കയ്യിൽ 2 കൂടകൾ ഭദ്രമായിരിക്കുന്നു. ശൈഖ് ചോദിച്ചു, എന്താണത്? മലക്ക് പറഞ്ഞു, കൂടകളാണ്. കൂടാ കൊട്ടാന്നൊക്കെ പറയാ. എന്താണതിൽ? ഇന്ന് പിടിച്ച റൂഹുകൾ. അതേ, അന്ന് പിടിച്ചുള്ള റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. തുറന്നിട്ടത് തന്നിൽ ഉള്ള ഉയരുകളെ തുള്ളി പറപ്പിച്ച് പാറ്റി വിടുത്തോവർ എന്ന മാലയിൽ പറഞ്ഞതിന്റെ മറ്റൊരു രൂപത്തിൽ ഇതിൽ പറയുന്നു, ഇന്ന് പിടിച്ച റൂഹുകൾ ഇന്ന് നീ എന്റെ സമ്മതമില്ലാതെ ഇവിടെ വന്നുവോ? അസ്രായീലിനോട് ചോദ്യമാണ്, ഇന്ന് നീ എന്റെ സമ്മതമില്ലാതെ ഇവിടെ വന്നുവോ? അപ്പൊ മലക്കിന്റെ മറുപടി വന്നു, അള്ളാന്റെ കൽപ്പന അനുസരിച്ച് വന്നതാണ്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് വന്നതാണ്. എന്റെ മുരീദിന്റെ കുട്ടിയുടെ റൂഹിനെ പിടിക്കാൻ ഞാൻ അറിയാതെ കൽപ്പനയോ? അതെനിക്കറിയില്ല എന്ന് മലക്ക് മറുപടി പറയുന്നു. ശൈഖ് കുറുദ്ധനായി കൊടുത്തു. കൂടകൾക്ക് 2നും ഓരോ തട്ട്. അന്ന് മരിച്ചവരുടെ റൂഹൊക്കെ പുറത്ത് ചാടി ഓടി രക്ഷപ്പെട്ടു. മലക്ക് വിഷണ്ണനായി, അണ്ടിപോയ അണ്ണാനെ പോലെ നിരാശനായി. അല്ലാഹുവിനോട് സങ്കടം പറഞ്ഞു, പടച്ചവനെ, നിന്റെ കൽപ്പന നിർവഹിച്ചത് കൊണ്ടാണല്ലോ ഞാൻ അപമാനിതനായത്.
ഇസ്രായേൽ പറയുന്നത് ആലോചിച്ച് നോക്ക്. ഇതൊരു സദസ്സിൽ പറയാൻ കഴിയോ സഹോദരങ്ങളെ? അള്ളാഹു അരുളി, സാരമില്ല, ശൈഖിനോട് നീ ചെന്നു പറ, മുരീദിന്റെ കുട്ടിയുടെ റൂഹെടുത്ത് ബാക്കി മടക്കി തരാൻ പറയൂ. ശൈഖ് അഹമ്മദുൽ കബീർ റിഫായി എന്ന് പറയുന്ന പുസ്തകത്തിലതാ KV മുഹമ്മദ് മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഭാഗമാണ് നിങ്ങൾ ഈ കേട്ടത്. ഇത് ശത്രുക്കൾ കെട്ടിച്ചമച്ചതല്ല, ഇത് ശത്രുക്കൾ കെട്ടിച്ചമച്ചതല്ല, ഇതിന് അടിത്തറയുണ്ട്. കാരണം ഇതിന് അടിത്തറയുണ്ട്, അടിത്തറയുള്ള ചരിത്രമാണ് എന്നാണ് പിന്നീട് അതിൽ അവകാശപ്പെടുന്നത്. നോക്കണേ, എത്രമാത്രം മനസ്സിന്റെ ഒരു കട്ടി, എത്രമാത്രം ഈമാനിന്റെ ദുർബലത, എത്രമാത്രം ഒരു ധിക്കാരം മലക്കുകളെ ഭീഷണിപ്പെടുത്തുന്നു, മലക്കുകളുടെ സർവീസിൽ കയറി ഇടപെടുന്നു, എന്റെ അനുവാദമില്ലാതെ ഇങ്ങോട്ട് വരുന്നോ എന്ന് ചോദ്യം ചെയ്യുന്നു, അണ്ടിപോയ അണ്ണാനെ പോലെ നിരാശനായി എന്ന് പറയുന്നു. ഓ സഹോദരാ, ഇസ്ലാമാണോ? അല്ലാഹുവിലുള്ള വിശ്വാസത്തിലും മലക്കുകളിലുള്ള വിശ്വാസത്തിലുമൊക്കെ ആകെ അബദ്ധങ്ങൾ സംഭവിച്ചു പോയി. ഇനിയും തീർന്നില്ല. ഇനി അതാ അടുത്ത കാര്യം എന്താണ്? വകുതുബിഹി, അല്ലാഹുവിന്റെ മലക്കുകളുള്ള വിശ്വാസം കഴിഞ്ഞാൽ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം മുസ്ലിം അതാ അംഗീകരിച്ച് വളരെ കൃത്യമായി മുസ്ലിം വിശ്വസിക്കുന്നു. പടച്ച റബ്ബിന്റെ ഖുർആൻ, ആ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 40ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങി അതിന്റെ അവതരണം ആരംഭിച്ചു. അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൽപ്പിച്ചു കൊടുത്തു. അത് പകർന്നു കൊടുത്തു. അങ്ങനെ 22 ചില്ലാനും സംവത്സരങ്ങളിലൂടെ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിക്കൊണ്ട് അങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയങ്ങളിലും സന്ദർഭങ്ങളിലുമായിക്കൊണ്ട് ഈ ലോകത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുഹൃദയത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ സംബന്ധിച്ച് പുതിയ വാദം പറയാ. ആ ഖുർആനിനെ സംബന്ധിച്ചും പുതിയ വാദം പറയുകയാണ്. എന്താണ് ആ പുതിയ വാദമെന്നോ? നമ്മളൊക്കെ മനസ്സിലാക്കിയതിന് വിരുദ്ധമായി ഒരു പുതിയ വാദം ഇവരുടെ ശൈഖുമാരദാ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. നസല അലൈഹിൽ ഖുർആനു അവ്വലൻ മിൻ ഗൈരി ഇൽമി ജിബ്രീൽ സുമ്മ അൻസല അലൈഹി ബിഹി ജിബ്രീൽ മറത്തൻ ഉഖ്റാ. ശ്രദ്ധിച്ചോ നിങ്ങൾ ആ വാചകം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. ജിബ്രീൽ അറിയാത്തവരിറക്കം ആദ്യം ഇറങ്ങിയിട്ടുണ്ട്. ജിബ്രീൽ അറിയാത്ത ഒരു ഇറക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖുർആൻ കൊടുത്തിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന് ഖുർആൻ മുമ്പേ കിട്ടിയിട്ടുണ്ട്. പിന്നീട് ജിബ്രീൽ രണ്ടാമത്തൊരു വട്ടം പിന്നെയാണ് വന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആദ്യമേ ഖുർആൻ മുഴുവൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ്? ജിബ്രീൽ അടന്ന് പിന്നെ ഒന്നും കൂടി ഒന്ന് കൊടുത്തു എന്ന് മാത്രമേയുള്ളൂ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നീ ഖുർആൻ കേൾക്കുമ്പോൾ ധൃതിപ്പെട്ടുകൊണ്ട് നീ അതിങ്ങനെ നാവുകൊണ്ട് ചലിപ്പിക്കണ്ട എന്ന് പറഞ്ഞിടത്ത് പിന്നെയും വിശദീകരിക്കുകയാണ്. ജിബ്രീലിൽ നിന്ന് നീ അത് കേൾക്കുമ്പോൾ നീ ആദ്യം കേൾക്കുകയാണെന്ന നിലക്ക് കേൾക്കാവൂ. മുമ്പ് കേട്ടിട്ടുണ്ട് എന്ന നിലക്ക് അതൊക്കെ എനിക്കറിയാമെന്ന നട്ടൊന്നും കാണിക്കരുത്. ജിബ്രീൽ ഖുർആൻ ഓതിത്തരുമ്പോൾ അതാദ്യമായിട്ട് കേൾക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഒരു അഭിനയം. ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ നീ അത് ശ്രദ്ധിച്ചിരിക്കണേ. വഅൻത മുൻസിതുൻ ഇലൈഹി കഅന്നക മാ സമിഅതഹു ഖത്തു. നീ അതിലേക്ക് ശ്രദ്ധിച്ചിരുന്ന് കേട്ട് പഠിച്ചു കൊള്ളണം. നീ മുമ്പേ അത് കേട്ടിട്ടേ ഇല്ലാത്തതുപോലെ ആയിരിക്കണം എന്ന് നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറഞ്ഞു എന്ന് വരെ ദുർവ്യാഖ്യാനം ചമച്ചുകൊണ്ട്, അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങൾക്ക് ഖുർആനുമായിട്ട് ഓതിക്കൊടുക്കുന്നതിന്റെ മുമ്പേ തന്നെ അല്ലാഹുവിന്റെ റസൂലിന് ഖുർആൻ കിട്ടിപ്പോയി, മുമ്പേ ഖുർആൻ കിട്ടിയിട്ടുണ്ട് എന്ന് ഇവരുടെ ഹോജമാരി എഴുതുന്നു. പടച്ച റബ്ബിന്റെ ഖുർആനിനെ സംബന്ധിച്ചുള്ള ഈമാനില്ലെന്ന് വ്യതിയാനം വരുന്നു, ഈമാനില്ലെന്നതാ തെറ്റിപ്പോകുന്നു. പടച്ച റബ്ബിന്റെ ഖുർആൻ അത് അല്ലാഹു റബ്ബുൽ ആലമീൻ ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പകർന്നു കൊടുത്തു എന്ന വിശ്വാസത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ജിബ്രീൽ കൊടുക്കുന്നതിന്റെ മുമ്പേ അതല്ല നേരിട്ട് അല്ലാഹുവിന്റെ റസൂലിന് മുഴുവൻ ഖുർആനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ജിബ്രീൽ വരുമ്പോ എന്തേ ചെയ്യാവോ? ആദ്യം കേൾക്കുന്നത് പോലെ ശ്രദ്ധിച്ച് കേൾക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അതേ ഖുർആനിലുള്ള അല്ലാഹുവിന്റെ കിതാബിലുള്ള വിശ്വാസത്തിൽ അട്ടിമറി നടത്തുന്നു. നമ്മൾ ചിന്തിക്കണം, ഇവർക്കെന്താ അല്ലെങ്കിൽ പറഞ്ഞുകൂടാത്തത്? ആരെക്കുറിച്ചാ, എന്തിനെക്കുറിച്ചാ പറഞ്ഞുകൂടാത്തത്? നേരത്തെ പറഞ്ഞില്ലേ, വലിയൊരു പണ്ഡിതൻ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ സമസ്തയുടെ നേതാവാണല്ലോ. അദ്ദേഹം തന്നെ എഴുതിയൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഇടയ്ക്കിടയ്ക്ക് പറയും പോലും ഇലാ ഹളറത്തി അബീ താലിബ് റളിയല്ലാഹു അൻഹു അൽ ഫാത്തിഹ. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? ഇലാ ഹളറത്തി അബീ താലിബ് റളിയല്ലാഹു അൻഹു അൽ ഫാത്തിഹ. അബൂ താലിബ് ആരാ? അബൂ താലിബ് മുസ്ലിമായിട്ടാണോ മരണപ്പെട്ടു പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവസാന സന്ദർഭത്തിലും പോയി തന്റെ നിഴൽ പോലെ തന്റെ കൂടെ നടന്നിരുന്ന അബൂ താലിബ് എന്ന് പറയുന്ന പിതൃവിനെ സമീപിച്ചുകൊണ്ട് വിനയത്തോടെ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. മരണനേരത്തും ഉപദേശിച്ചിട്ടുണ്ട്. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ. പറയാൻ തയ്യാറാകാതെ കാഫിറായിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്, അതിലാർക്കും സംശയമില്ല. പക്ഷേ ഈ മുസ്ലിയാക്കന്മാർക്ക് എന്തും പറഞ്ഞുകൂടെ? മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ചെറുശ്ശേരിക്ക് പോലും ദഹിക്കാത്ത വാദമാണ് നേതാവ് പറഞ്ഞിട്ടുള്ളത്. ചെറുശ്ശേരി പോലും ഇത് അംഗീകരിച്ചിട്ടില്ല എന്ന് അയാൾ തന്നെയും എഴുതുന്നുണ്ട്. എന്നാലും ശംസുൽ ഉലമ എന്ന് പറയുന്ന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ചെറുശ്ശേരിയെ പോലെയുള്ള ആളുകളൊക്കെ ഉള്ള സദസ്സിൽ വെച്ച് ഇടക്കിടക്ക് പറയും പോലും ഇലാ ഹദറത്തി അബീ താലിബ് റളിയല്ലാഹു അൻഹു അൽ ഫാത്തിഹ, അബൂ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാത്തിഹ പാർസലാക്കുക എല്ലാവരുടെ പേരിലും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എവിടേക്കാണ് ഈ സമുദായം പോകുന്നത്? എവിടേക്കാണ് ഈ സമുദായം പോകുന്നത്? ഞാൻ ഈ പറയുന്ന കാര്യം നിഷേധിക്കാനാകുമോ? തെളിച്ചം മാസിക എന്ന് പറഞ്ഞുകൊണ്ട് ദാറുൽ ഹുദയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയില്ലേ, വളരെ കൃത്യമായി അതിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ പറ, എവിടെ എത്തിപ്പോയി? ആരെക്കുറിച്ചും എന്തും പറയാവുന്ന ഖുർആൻ പോലും മുമ്പേ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നിടത്തേക്ക് അതപ്പതിച്ചു പോയെങ്കിൽ തീർന്നില്ല. അല്ലാഹുവിന്റെ കലാമിനെ കുറിച്ച് ഇങ്ങനെയാണ് വിശ്വാസമെങ്കിൽ ആ കലാമിനെ കുറിച്ച് ഇനി അതാ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത വിഭാഗം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ സൃഷ്ടികളോട് ഏറെ അടുത്തവനാണ്, അവനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണം, അതേ അവനാണ് എല്ലാം അറിയുന്നവൻ, അവൻ വളരെ സമീപസ്ഥനാണ് എന്നിങ്ങനെയുള്ള ആദർശം പഠിപ്പിക്കുന്ന ആയത്തുകളെപ്പോലും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിനോട് കൂറു പുലർത്താതെ അതിനോടൊരു ആദരവ് കൽപ്പിക്കാതെ തോന്നിവാസം പറഞ്ഞുകൊണ്ട് അതേ പരിശുദ്ധ ഖുർആനിനെ അതാ സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനം ചമച്ചുകൊണ്ട് നരകത്തിൽ ഇരിപ്പിടം ഉറപ്പിക്കുന്ന പരിപാടി റബ്ബിന്റെ കിതാബിനോട് കൂറു പുലർത്താതെ ദീനെന്ന് പറയുന്നത് നസീഹത്താണെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ട് അത് അള്ളാനോടും റസൂലിനോടും അതേ അവന്റെ കിതാബിനോടും കൂറു പുലർത്തണമെന്ന് പഠിപ്പിച്ചിട്ട് കണ്ടോ ആ ഗ്രന്ഥത്തിലെ ആയത്തുകളെപ്പോലും പടച്ച റബ്ബ് ഉദ്ദേശിച്ചിട്ടില്ലാത്ത തലങ്ങളിലേക്ക് ആശയങ്ങളിലേക്ക് ദുർവ്യാഖ്യാനിക്കുന്നു. പരിശുദ്ധ ഖുർആനതാ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ
എന്റെ അടിമകൾ അതേ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ, പടച്ച റബ്ബിനെ കുറിച്ച് അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുമ്പോൾ പരിചയപ്പെടുത്തേണ്ടത് റബ്ബ് ക്രൂരനല്ല, റബ്ബ് അകന്നവനല്ല, റബ്ബ് വളരെ അടുപ്പമുള്ളവനാണ്. അവനോട് ചോദിച്ചോ, ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, എന്നെ വിളിക്കുന്നവന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യും, അതുകൊണ്ട് എന്നെ വിളിച്ചോ എന്ന് റബ്ബ് പറയുന്ന ആ ആയത്ത് പോലും എടുത്തുകൊണ്ട് അതേ മുസ്ലിയാക്കന്മാര് ദുർവ്യാഖ്യാനിക്കുന്നു. നിങ്ങൾ കേട്ടോ, ഇവിടെ വൈദാ സഅലക ഇബാദി എന്നല്ലേ പറഞ്ഞത്? എന്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ, ഈ സൂക്തം തന്നെ പറയുന്നത് മുസ്ലിയാർ എഴുതുകയാണ്, ഈ സൂക്തം തന്നെ പറയുന്നത് അല്ലാഹുവുമായി അടുക്കാൻ പ്രവാചകനെയാണ് ആദ്യം സമീപിക്കേണ്ടതെന്നാണ്. അപകടം നോക്കണം നിങ്ങൾ. അല്ലാഹുവുമായി അടുപ്പം കിട്ടണമെങ്കിൽ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിക്കണം. ഇത് അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ അടുക്കൽ നിന്ന് നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഇസ്ലാമിക ശരീഅത്തിനെ സമീപിക്കാതെ നിവൃത്തിയില്ല എന്ന നിലക്കൊന്നും അല്ല ഈ പറയുന്നത് കേട്ടോ. അതൊന്നുമല്ല ഈ പറയുന്നത് വേറെ അർത്ഥത്തില. അല്ലാഹുവുമായി അടുക്കണോ, പ്രവാചകനെ ആദ്യം സമീപിക്കണം. നമ്മിൽ പലരും ഇത് ചിന്തിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറയാണ്, എന്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ എന്നല്ലേ ഖുർആനിലുള്ളത്. വൈദാ സഅലക ഇബാദി, എന്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ എന്ന പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾ നബിയോട് ചോദിക്കും എന്നാണ്. യഥാർത്ഥ അടിമയാകണോ, യഥാർത്ഥ മുഅ്മിനാവണോ, മുത്തഖിയാവണോ, മുസ്ലിമാകണോ, മുവഹിദാകണോ, റബ്ബിനോട് നേരിട്ട് ചോദിക്കാൻ പാടില്ല, റസൂലുള്ളാഹിനോട് ചോദിക്കണം. അപ്പോഴേ അള്ളാന്റെ ദാസനാകൂ, അപ്പോഴേ അള്ളാഹുവിന്റെ അടിമയാകൂ. അതെ, അങ്ങനെ ചോദിക്കാത്തവർക്ക്, ഇനിയും കേട്ടോ അപകടം, അങ്ങനെ ചോദിക്കാത്തവർക്ക് അഥവാ പാപം പൊറുക്കണേ അല്ലാഹ് ആദ്യം പറഞ്ഞുകൂടാ, നബിയേ എന്റെ പാപം പൊറുത്തു തരണം, നബിയേ എന്റെ രോഗം ശിഫയാക്കി തരണം. അതെ, അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യം റബ്ബിനോട് ചോദിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് ആദ്യം ചോദിക്കേണ്ടത്. അപ്പോഴേ യഥാർത്ഥ അടിമകളാകൂ. അങ്ങനെ ചോദിക്കാത്തവർക്ക് അടുപ്പമില്ല, ഉത്തരമില്ല. അള്ളാഹുവിനോട് അങ്ങനെ ചോദിക്കാത്തവർക്ക് അടുപ്പമോ ഉത്തരമോ ലഭിക്കില്ലെന്ന് തന്നെ ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. മൂപ്പർക്ക് സംശയം പോലുമില്ല, വ്യക്തമാണ്, വളരെ സ്പഷ്ടമാണ്. എന്താ സ്പഷ്ടമായത്? മൂപ്പർക്ക് അല്ലാഹനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ. അവൻ സമീപസ്ഥനാണ്, അവൻ നിങ്ങളോട് ക്രൂരനല്ല, അവൻ കാരുണ്യവാനാണ്, അവൻ അകന്നവനല്ല, അവൻ അടുപ്പമുള്ളവനാണ്, അവൻ നിങ്ങളുടെ എല്ലാ കാര്യവും നിങ്ങളെക്കാൾ അറിയുന്നവനാണ്. എന്തൊക്കെ പടച്ച റബ്ബ് പ്രത്യേകം ജനങ്ങൾക്ക് സന്ദേശം കൊടുക്കുന്ന വചനത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ഏതൊരു പ്രശ്നത്തിനും അതാ യഥാർത്ഥ അടിമകൾ നേരിട്ട് അല്ലാഹുവിനോടല്ല ചോദിക്ക, നബിയോട് ചോദിക്കും. അങ്ങനെ ചോദിക്കാത്തവർക്ക് അടുപ്പമോ ഉത്തരമോ ലഭിക്കില്ലെന്ന് തന്നെ ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. മുസ്തഫൽ ഫൈസി എഴുതിയതാ. മുപ്പരിക്ക് ഒരു ഖുർആൻ ദുർവ്യാഖ്യാനുണ്ട്, ഒരു ഖുർആൻ വ്യാഖ്യാനുണ്ട്. മൊഹീദ്ദീൻ മാലിക് വ്യാഖ്യാനം എഴുതിയിട്ടാണ് മൂപ്പര് അതിൽ നിന്ന് കിട്ടിയ ആവേശം കൊണ്ട് ആ ഖുർആൻ വ്യാഖ്യാനം എഴുതിയത്. എങ്ങനെ ശരിയാവൂലല്ലോ. എല്ലാ മോശത്തരങ്ങളുടെയും കൂടാരമാണല്ലോ മൊഹീദ്ദീൻ മാലിക് വ്യാഖ്യാനമുള്ളായിട്ടുള്ള പുറത്തു വന്നിട്ടുള്ളത്. ആ തൂലിക കൊണ്ടാണ് ഇത് എഴുതിയത്. അപ്പൊ മൂപ്പരിക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമായി, അള്ളാഹിനോട് നേരിട്ടാൻ ചോദിക്കണ പണി ശരിയാകൂല. ഈ ഒരവസ്ഥയിലേക്ക് അള്ളാഹുവിന്റെ കിതാബിനെ വളരെയേറെ തരം താഴ്ത്തി, പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചു. അള്ളാഹുവിന്റെ ഖുർആനിനോടുള്ള നിലപാടിൽ പ്രിയമുള്ളവരെ എത്രത്തോളം വലിയ അബദ്ധത്തിലേക്ക്, എത്രത്തോളം വലിയ ദുർബലമായ, വളരെയേറെ ദുർബലമായ വിശ്വാസരാഹിത്യം ഇവരിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടും തീർന്നില്ല. ഇനി നോക്കൂ, ഇനി ഈമാൻ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? പ്രവാചകന്മാരിലുള്ള വിശ്വാസം. വിശ്വാസ കാര്യങ്ങളിൽ തന്നെ അടിസ്ഥാനപരമായി വന്ന മാറ്റങ്ങളാ പറയുന്നത്. പ്രവാചകന്മാരെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ എന്ത് വിശ്വസിക്കുന്നു? അവരെല്ലാവരും മഅ്സൂമുകളാണ്, അവർ പാപമില്ലാത്ത
ആളുകളാണ്. അവരിൽ നിന്ന് അവരുടെ പദവിക്ക് യോജിക്കാത്തതൊന്നും സംഭവിക്കൂല. അവര് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ്. ഈ ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായി ജീവിച്ച് വഫാത്തായി പോയവരാണ്. അവരിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എല്ലാവരെക്കാളും മേലെയാണ്. ദറജ വളരെ ഉന്നതമാണ്. പവർ വളരെ കൂടിയ വ്യക്തിത്വമാണ്. ദുനിയാവിലും ആഖിറത്തിലും എല്ലാവരുടെയും നേതാവായി വരുന്ന നേതാവാണ്. ഈ നിലക്കൊക്കെ മുസ്ലിമീങ്ങൾ പ്രവാചകന്മാരെ സംബന്ധിച്ച് വിശ്വസിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യരെ കുറിച്ച് പോലും പറയാൻ പാടില്ലാത്തത് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നു. അതേ, ഉദാഹരണത്തിന് ഒന്ന് മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിക്കുന്നു. അതേ, ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഇവരുടെ ഖുർആൻ പരിഭാഷയിൽ വന്നതെന്താ? ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ടി.കെ. അബ്ദുള്ള മുസ്ലിയാർ തന്റെ തഫ്സീറുൽ ഖുർആനിൽ കൃത്യമായിട്ട് എഴുതുകയാണ്. എന്താണ് എഴുതുന്നത്? ദാവൂദിന്റെ നേരെ അവർ കടന്നു ചെന്നപ്പോൾ അവരെ കുറിച്ച് അദ്ദേഹം ഭയപ്പെട്ടു. അവര് പറഞ്ഞു, താങ്കൾ ഭയപ്പെടേണ്ട, ഞങ്ങൾ രണ്ട് കക്ഷികളാകുന്നു. ഇനി ബ്രാക്കറ്റിൽ കൊടുക്കുകയാണ്, രണ്ട് കക്ഷികളുടെ രൂപത്തിൽ വന്ന രണ്ട് മലക്കുകളായിരുന്നു അത്രേ അത്. അദ്ദേഹത്തിന് 99 ഭാര്യമാരുണ്ടായിരുന്നു. ഒരൊറ്റ ഭാര്യ മാത്രമുള്ള ഒരാളുടെ ഭാര്യയെ അദ്ദേഹം ആവശ്യപ്പെടുകയും വിവാഹം കഴിക്കുകയും ഉണ്ടായി. തന്നിമിത്തം അതിനെക്കുറിച്ച് അദ്ദേഹത്തെ ഉണർത്തുവാനാണ് അവർ കക്ഷി രൂപത്തിൽ വന്നത്. കണ്ടോ ഇവിടെ എന്താ എഴുതിയത്? ചുരുക്കി ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. അഥവാ 99 സ്ത്രീകളെ വെച്ച് പുലർത്തുക, അതേ, അതല്ല ഇവിടുത്തെ വിഷയം. തികയാഞ്ഞിട്ട് ഒരൊറ്റ ഭാര്യ മാത്രമുള്ള മറ്റൊരാളുടെ ഭാര്യയെയും ആവശ്യപ്പെടുക, എന്നിട്ട് അവളെയും കല്യാണം കഴിക്കുക. നിങ്ങൾ നോക്കണം, മറ്റൊരാളുടെ ഭാര്യയെ മോഹിച്ചുവെന്നും അവരെയും കൂടെ ആവശ്യപ്പെട്ട് കല്യാണം കഴിച്ചുവെന്നുമൊക്കെ പ്രവാചകത്വത്തിനൊരിക്കലും നിരക്കാത്ത വർത്തമാനം. പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞുകൂടാത്ത കാര്യമതാ. അതേ, പ്രവാചകന്മാരുടെ അന്തസ്സിന് നിരക്കാത്ത പലതും അവരെ കുറിച്ച് എഴുതിവിടുന്നു. അതേ, വിശദീകരിക്കുകയാണെങ്കിൽ എമ്പാടുമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് മാത്രമാണോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച്, പ്രവാചകന്മാരെ സംബന്ധിച്ച് തന്നെ അവർക്ക് തെറ്റുപറ്റും എന്ന് പറയുന്നു. ഉമർ മൗലവി അതാ 100 തെറ്റ് ദിവസേന അള്ളാന്റെ റസൂൽ ചെയ്യുന്നുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് കളവ് പ്രചരിപ്പിക്കുന്ന ആളുകളെ, അതേ, മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തോട് പോയിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പ്രചരണമുണ്ടല്ലോ. അതിന് അദ്ദേഹം നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട്. എന്റെ പേരിൽ പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ മൗലവിയുടെ പേരിൽ ആരോപണം പറയുന്ന കക്ഷികൾ എത്ര സ്ഥലത്താണ് അവർ വലിയ പുകഴ്ത്തി പറഞ്ഞ കിതാബുകളിൽ വരെ മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച്, വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് എഴുതിയത്. അതുകൊണ്ടും തീർന്നില്ല, റഹ്മത്തുള്ളാ ഖാസിമിയെ സംബന്ധിച്ചതാ അപ്പുറത്തെ ഈ ഭാഗം എഴുതുകയാണ്. എന്താണ് എഴുതിയത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യ ചെയ്യാൻ വരെ ആലോചിച്ചു എന്നാണ്. ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചു എന്ന് കവർ സ്റ്റോറി ആയിട്ട് എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യക്ക് വരെ ഒരുങ്ങി എന്ന കുഫറാണ് ഖാസിമി എഴുതിയിട്ടുള്ളത് എന്ന് അപ്പുറത്തെ സമസ്തക്കാർ പറയാണ്. എവിടേക്കാണ് ഇവരുടെ പ്രവാചകന്മാരിലുള്ള വിശ്വാസമൊക്കെ നീങ്ങിപ്പോകുന്നത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംബന്ധിച്ച് മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമായി അന്നഹു യഹ്ളുറു കുല്ല മജ്ലിസിൻ ഔ മകാനിൻ അറാദ بجسده وروحه وأنه يتصرف ويسير في أقطار الأرض وفي الملكوت وهو بهيئته التي كان عليها قبل وفاته لم يتبدل منه شيء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉദ്ദേശിക്കുന്ന എല്ലാ സ്ഥലത്തും എല്ലാ മജ്ലിസുകളിലും ഹാജരാകുന്നു. ബിജസദിഹി, അവിടുത്തെ ശരീരം കൊണ്ട് തന്നെ, വറൂഹിഹി,
അവിടുത്തെ ആത്മാവ് മുഖേന തന്നെ. ഇപ്പൊ ശരീരവും ആത്മാവും ഒക്കെ അല്ലാഹുവിന്റെ റസൂൽ ദാ ലോകത്ത് എല്ലായിടത്തും സഞ്ചരിക്കുകയാണ്. അതെ, വഅന്നഹു യതസറഫു വയസീറു ഫീ അഖ്താരിൽ അർളി വഫിൽ മലകൂത്ത്. പ്രപഞ്ചത്തിൽ മുഴുവനും അതാ ഭൂമിയിൽ എല്ലായിടത്തും അല്ലാഹുവിന്റെ റസൂൽ കൈകാര്യം നടത്തുന്നുണ്ട്, അവിടുന്ന് സഞ്ചരിക്കുന്നുണ്ട്. വഹുവ അദ്ദേഹം ബിഹൈഅതിഹി അല്ലതി കാന അലൈഹാ ഖബ്ല വഫാതിഹി ലം യതബദ്ദൽ മിൻഹു ശൈഅ. വഫാത്താകുന്നതിന്റെ മുമ്പ് ഏതൊരു രൂപത്തിലും പ്രകൃതിയിലുമായിരുന്നുവോ ആ രൂപത്തിനൊരു ചേഞ്ചും ഒരു മാറ്റവും വരാത്ത നിലക്ക് ഇന്നും വരുന്നു, സംസാരിക്കുന്നു, പങ്കെടുക്കുന്നു, തടിയോടെ റൂഹോടെ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവിടുന്ന് ദാ നമ്മുടെ കൂടെ എല്ലാ സന്ദർഭത്തിലും ഉണ്ട് പോലും. ഏത് സന്ദർഭത്തിലും അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ കൂടെയുണ്ട്. എല്ലാം അവിടെ നിന്ന് കാണുകയാണ്, എല്ലാം അവിടെ നിന്ന് കേൾക്കുകയാണ്. എല്ലാവരുടെയും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന് പച്ചയായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. മുസ്ലിമേ പഠിച്ചു വെച്ചോ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ? ഈമാൻ കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച്, പ്രവാചകന്മാരെ കുറിച്ച് അരുതാത്തതല്ലേ ഈ പ്രചരിപ്പിക്കുന്നത്, എഴുതിവിടുന്നത്? പടച്ച റബ്ബല്ലാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനുണ്ടോ? എല്ലാം കാണുന്നവനുണ്ടോ? എല്ലാം കേൾക്കുന്നവനുണ്ടോ? എല്ലാവരെയും അറിയുന്നവനുണ്ടോ? ഇവിടെ പറയുന്നത് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. വെറുതെ അങ്ങനെ കൂടെ നടക്കല്ല. അല്ലാഹുവിന്റെ റസൂൽ വെറുതെ അങ്ങനെ കൂടെ നടക്കല്ല. തങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മുസ്ലിമിന്റെയും കൂടെ തന്നെ ഉണ്ട്. കൂടെയുണ്ട് എന്ന് മാത്രമല്ല, ഓരോരുത്തരുടെയും ഓരോ പ്രവർത്തനങ്ങളെയും അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായി കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. മാത്രമല്ല, ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിലക്ക് നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്ന് വിശ്വസിക്കണം. അവിടുന്ന് എല്ലാം കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കണം. അവിടുന്ന് എല്ലാം കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കണം. അവിടുന്ന് എല്ലാം വ്യക്തമായി അറിയുന്നുണ്ട് എന്ന് വിശ്വസിക്കണം കേട്ടോ. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും സമീപത്ത് തന്നെയുണ്ട്. ഇത് വിശ്വസിക്കാത്തവൻ ഇസ്ലാമിൽ സ്ഥാനമില്ല പോലും. ഈ ഒരു ഏറ്റവും വലിയ അപകടകരമായ വാദം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തീർന്നില്ല. അത് ഇവിടുത്തെ മുസ്ലിയാക്കന്മാര് ഏറ്റുപറയുന്നു എന്ന് മാത്രമല്ല, ഓരോരുത്തരുടെയും കൂടെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്, പലരുടെയും വീടുകളിലേക്ക് വരുന്നത്, പലരെയും വന്ന് ആശംസിക്കുന്നത്, പലരെയും പിടിച്ച് കെട്ടിപ്പിടിക്കുന്നത്, അതേ ഒക്കെ സംഭവിച്ചതായ കാര്യങ്ങളായി വളരെ കൃത്യമായി ഇവിടെയുള്ള പകരക്കാരൻ അഹ്സനി തന്നെ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. എവിടേക്കാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് എന്ന് നിങ്ങൾക്കറിയോ? കാസർഗോഡിനടുത്തതാ കോട്ടിക്കുളം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ കോട്ടിക്കുളത്ത് ഒരു ഖാദിരി ഉണ്ട് പോലും. എന്താണ് ഖാദിരി എന്ന് നിങ്ങൾക്കറിയാമോ? ഖാദിരിയ തരീഖത്തിന്റെ വക്താവാണ് പോലും. നിസ്കാരം മൂപ്പർക്കില്ല, ജുമഅക്ക് പോകുന്ന ഏർപ്പാടില്ല. അതേ, കുളി തന്നെയാണ് കുളി. ആർക്കും കൈ കൊടുക്കൂല. ആർക്കെങ്കിലും മുസാഫഹത്ത് കൈ കൊടുക്കുകയാണെങ്കിൽ തന്നെ കൈയിന്മേൽ ടവലിട്ട് മുണ്ടിട്ട് മൂടിയിട്ട് കൈ കൊടുക്കൂ. മുപ്പരാകെ കൈയിന്മേൽ മുണ്ടില്ലാതെ കൈ കൊടുത്തത് AP ഉസ്താദിന് മാത്രമാണ് പോലും. പോകട്ടെ, അതൊന്നുമല്ലല്ലോ. ആലോചിച്ചു നോക്കൂ. ഇങ്ങനെ നിസ്കരിക്കാത്ത, അതുപോലെ തന്നെ ഒരുപാട് മോശത്തരങ്ങളുള്ള, അതേ EK അബൂബക്കർ മുസ്ലിയാർ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഖദ് ജാഅ ഫീനാ ഖാദിരി മിസ്ലൽ ഹിമാരിൽ ഹാദിരി. ഓഹോ, ഇതെന്തൊരു പാതിരി, ഔകാമുലിൽ പാതിരി. ഖദ് ജാഅ ഫീനാ ഖാദിരി, ഞങ്ങളിൽ ഇപ്പോൾ ഒരു ഖാദിരി ഉണ്ട് പോലും. EK അബൂബക്കർ മുസ്ലിയാർ ആക്ഷേപിച്ച് കവിത പാടുക
പറയുകയാണ് ആരെക്കുറിച്ച്? ഈ കോട്ടിക്കുളം അസീസ് ഖാദിരിയെ കുറിച്ച്. ഖദ് ജാഅ ഫീനാ ഖാദിരി മിസ്ലൽ ഹിമാരിൽ ഹാദിരി ഔ കാമുദില്ലിൽ പാതിരി. ഓഹോ ഇതെന്തൊരു മാതിരി. ഒരു പാതിരിയച്ഛനാണിത്, ഖാദിരിയച്ഛനല്ല. ഇത് ഖാദിരിയല്ല, പാതിരിയാണ്, പഴപ്പിക്കുന്ന ശൈത്താനാണ് എന്ന് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പാടി ആക്ഷേപിച്ച കോട്ടിക്കുളം എന്ന് പറയുന്ന ഈ അസീസ് ഖാദിരിയെ കാണാൻ അതേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു. അതേ സ്വഹാബിമാര് വരുന്നു.